പക്ഷേ നോക്കൂ, എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളിപ്പോൾ 10 ആണല്ലോ നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്. അതിൽ ദൈനിക് ഭാസ്കറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കൺക്ലൂഷൻ വന്നിരിക്കുന്നു. 281 മുതൽ 350 സീറ്റുകൾ വരെ. ഈ 281 എന്ന് പറയുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷമില്ല. NDAക്കാണ് 281 മുതൽ 350 സീറ്റുകൾ വരെ. ഇന്ത്യ ബ്ലോക്കിന് 145 മുതൽ 201 വരെ എന്നുള്ളതാണ്. ഇപ്പോൾ യോഗേന്ദ്ര യാദവിലേക്ക് നമ്മൾ പോയാൽ, യോഗേന്ദ്ര യാദവ് പറഞ്ഞ നിലയിലേക്ക് ഏറ്റവും കുറഞ്ഞ സീറ്റുകൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് കൂപ്പുകുത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ദൈനിക് ഭാസ്കറിൻ്റെ എന്ന് പറയുന്നത്. പക്ഷേ പൊതുവായി മറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ബീഹാർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടം ഒഡീഷയിലും ബംഗാളിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലുമായിട്ട് BJP നികത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവായ ഒരു രാഷ്ട്രീയം കുറിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, BJPയുടെ ഒരു സംസ്ഥാനവും പിടിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസിനോ ഇന്ത്യ ബ്ലോക്കിലെ ഒരു ഘടകകക്ഷിക്കോ എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. BJPയുടെ ഒരു സംസ്ഥാനവും പിടിച്ചെടുക്കുന്നില്ല. അതേസമയം BJP തിരിച്ചു പിടിക്കുന്നുണ്ട്. BJP കോൺഗ്രസിൻ്റെ കർണാടക തിരിച്ചു പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെലങ്കാന തിരിച്ചു പിടിക്കുന്നുണ്ട്. ഒഡീഷ തിരിച്ചു പിടിക്കുന്നുണ്ട്. നവീൻ പട്നായിക്കിൻ്റെ YSRCPയുടെ ആന്ധ്ര തിരിച്ചു പിടിക്കുന്നുണ്ട്. മമതയുടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ബംഗാൾ തിരിച്ചു പിടിക്കുന്നുണ്ട്. BJP അതിശക്തമായ മുന്നേറ്റം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സെക്കൻഡ് ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ നിർണായകമാണ്. ആകെ കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നതായി എക്സിറ്റ് പോൾ കാണുന്നത് ഏതാണെന്നറിയാമോ? ഇന്ത്യ സഖ്യത്തിലെ തന്നെ ഘടകകക്ഷിയായ ആം ആദ്മി പാർട്ടിയുടെ സീറ്റാണ്. അവിടെ കോൺഗ്രസ് 7 മുതൽ 9 സീറ്റുകൾ വരെയും, ആം ആദ്മി പാർട്ടി 0 മുതൽ 2 വരെ ആകാമെന്നാണ് പറയുന്നത്. BJP 2 മുതൽ 4 വരെ സീറ്റുകൾ നേടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ മുന്നേറ്റമാണ് ഈ ദൈനിക് ഭാസ്കർ ഒഴിച്ചുള്ള മറ്റ് എക്സിറ്റ് പോളുകൾ കാണിക്കുന്നത്. അവർ പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലേക്കും കടന്നു കയറിയിരിക്കുന്നു. ഇന്നേ വരെ BJPയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലാത്ത ഇടങ്ങളിൽ. ഞാൻ ഒന്നുകൂടി ദക്ഷിണേന്ത്യയിലേക്ക് പോകാം. നോക്കൂ, ദക്ഷിണേന്ത്യയിൽ ഒരു ക്ലോസ് വാച്ചിൽ അരുൺ ശ്രദ്ധിക്കേണ്ട കാര്യം, ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു BJP. എക്സിറ്റ് പോളാണ്, അതിനപ്പുറം വേറെ ഒന്നുമല്ല. ആഴത്തിൽ വേരുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തെലങ്കാനയിൽ ഒറ്റയ്ക്ക്, ആന്ധ്രാപ്രദേശിലെ TDP ജനസേന പാർട്ടിയുമായിട്ടുള്ള സഖ്യത്തിൽ, അതുപോലെ തന്നെ കേരളത്തിൽ ജയിക്കുന്നു ഒരു 3 സീറ്റുകളെങ്കിലും എന്ന് പറയുന്നത്. കോയമ്പത്തൂരിൽ 2 സർവേകളിൽ ന്യൂസ് 18ൻ്റെ സർവേയിൽ അണ്ണാമല ജയിക്കുമെന്നാണ്. ഇന്ത്യ ടുഡേയുടെ ആക്സസ് മൈ പോളിൽ തോൽക്കുമെന്നാണ്. നമുക്ക് 2 ബോർഡറുകൾ, കേരളത്തിൽ 3 സീറ്റ് നേടുമെന്ന് പറയുന്ന സർവേകൾ കേരളത്തിൻ്റെ 2 ബോർഡറുകളിൽ BJP ജയിക്കുമെന്ന് പറയുന്നുണ്ട്. കോയമ്പത്തൂരും കന്യാകുമാരിയിലും. ശരിയായിരിക്കും, വേരീസ് അല്ലേ, ചില സർവേകളിൽ അത് തെറ്റായി തോക്കുമെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ 2 ബോർഡറുകളും പിടിക്കുന്നു, കേരളത്തിൽ 3 സീറ്റുകളും പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ, കർണാടകത്തിൽ നമുക്കറിയാം മംഗലാപുരം മേഖലയിൽ BJPയുടെ അതിശക്തമായ സാന്നിധ്യമുണ്ട്. അവിടെ BJP തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. BJPയുടെ ശക്തരായ നേതാക്കൾ അവിടെയുണ്ട്. കോയമ്പത്തൂർ സൈഡിലും ഇപ്പോൾ BJP വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇപ്പുറത്ത് കന്യാകുമാരി സൈഡിൽ ഓൾറെഡി BJP ഉണ്ട്. 2004 അവിടെ പൊൻ രാധാകൃഷ്ണൻ ജയിച്ചതാണ്. 2014 പൊൻ രാധാകൃഷ്ണൻ ജയിച്ചതാണ്. പൊൻ രാധാകൃഷ്ണൻ്റെ സ്വാധീനമുണ്ട്. ഇപ്പം BJP അവിടെ ജയിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ചുറ്റും BJP വളർന്നു എന്ന് മാത്രമല്ല, കേരളത്തിലേക്ക് BJP വരുന്നു എന്ന് മാത്രമല്ല, തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനത്ത് BJP 1ാം ശക്തിയാകുന്നു. കർണാടകത്തിൽ അപ്രമാദിത്വം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.